പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഡിസംബർ മാസം 27 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം കടത്തിയാട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 100-ാം സങ്കീർത്തനം, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവർ ആകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ഒരു വർഷക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയല്ലോ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഈ 12-ാം മാസത്തിൻ്റെ 27 വരെയും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കും നന്ദി, തന്ന എല്ലാ കൃപകൾക്കും നന്ദി. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തി അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഇനിയും ഞങ്ങളെ പുലർത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്തു. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തന്ന സൗഖ്യങ്ങൾ, ഈ പോയ വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ സൗഖ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഫാമിലി ബ്ലെസ്സിങ്സിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. സഭയുടെ മേൽ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, അങ്ങയുടെ ദാനമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും അപ്പാ ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യുക. കർത്താവ് ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുവാൻ ഇവരെ കർത്താവ് ഒരുക്കിയതിനായിട്ട് സ്തോത്രം. ഇവർക്ക് അങ്ങനെ ഒരു ഹൃദയം, ഈ മെസ്സേജ് കേൾക്കുവാൻ കർത്താവ് ഒരു ഹൃദയം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ മോർണിംഗ് മെസ്സേജിലൂടെ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങ് വിടുവിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മോർണിംഗ് മെസ്സേജിലൂടെ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവ്, അവരുടെ മേൽ അങ്ങ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ വലഞ്ഞിരിക്കുന്നവരുണ്ട്. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം അവരുടെ മേൽ വരട്ടെ, സൗഖ്യം അവരുടെ മേൽ വരട്ടെ, പൂർണ്ണ സ്വസ്ഥത അവരുടെ മേൽ വരട്ടെ. ഇന്ന് പകൽ സൗഖ്യത്തിൻ്റെ പകലായി മാറട്ടെ. അങ്ങ് കൊടുക്കുന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് അതിന്മേൽ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. ഞങ്ങൾ അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ മഹിമ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഉണർവിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ച രാവിലെ
ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ തക്ക സമയത്ത് പങ്കെടുക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. ഈ വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് താങ്ക്സ് ഗിവിംഗ് ഫ്രൈഡേ എന്ന്. ദൈവത്തിന് നന്ദി പറയുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു വെള്ളിയാഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കുക. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103 ഇങ്ങനെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇതാണ്. കർത്താവ് നമുക്ക് തന്ന ഉപകാരങ്ങളെ ഒന്നും നമ്മൾ മറക്കരുത്. തിരിഞ്ഞു നോക്കി ഇന്ന് 27, നാളെ 28, 29, 30 ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി തീരണം ഈ ദിവസങ്ങൾ. കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി തീരണം. ഓരോ ദിവസവും സമയം മാറ്റിവെച്ചിട്ട് കർത്താവ് ചെയ്ത ഓരോ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം. ഈ വർഷാവസാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനെ ഒന്ന് ഇരുന്ന് പോയ കാലം ഓർത്ത്, കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നതാണ് ഈ വർഷാവസാനത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിന് നന്ദി പറയുവാൻ നിങ്ങളുടെ സമയത്തെ വേർതിരിക്കുക. കർത്താവ് നിങ്ങളുടെ ഓരോ ഘട്ടങ്ങളായിട്ട് നന്ദി പറയണം. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത നന്മകളുണ്ട്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തതുണ്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ചെയ്തതുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ചെയ്തതുണ്ട്, നിങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്തതുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ ചെയ്തതുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് ചെയ്തതുണ്ട്. അതുകൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്ത് ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർക്കുക. ഓരോന്നും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായി ഈ എൻഡ് ഓഫ് ദ ഇയർ ഓരോ ദിവസങ്ങളും ആയിത്തീരട്ടെ. അതിന് നമ്മൾ സമയം വേർതിരിക്കുക, നമ്മൾ തന്നെ കണ്ടെത്തുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് പറഞ്ഞ, കർത്താവേ അങ്ങേക്ക് നന്ദി, അങ്ങ് തന്ന ആരോഗ്യത്തിനായിട്ട് നന്ദി, അങ്ങ് തന്ന ആയുസ്സിനായിട്ട് നന്ദി, അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഓരോന്നും ഓർക്കുമ്പോൾ കർത്താവേ നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയുവാനൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ എൻഡ് ഓഫ് ദ 31-ാം തീയതി വരെ നന്ദി പറയുന്ന ദിവസങ്ങളായി തീരണം കേട്ടോ. കർത്താവ് അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനാവശ്യമായ ദൈവകൃപ തന്ന് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ആത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് കർത്താവിന് നന്ദി പറയും. കർത്താവ് ആഗ്രഹിക്കുന്നു, നമുക്ക് പറയാറുണ്ടല്ലോ, 10 കുഷ്ഠരോഗികൾ വന്ന് കർത്താവിൻ്റെ അടുക്കുന്ന സൗഖ്യമായി. എന്നാൽ ഒരുവൻ മാത്രം തിരിച്ചു വന്നിട്ട് നന്ദി പറയുമ്പോൾ കർത്താവ് ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? ഇവരെല്ലാവരും സൗഖ്യമായതല്ലേ? അതെ, തിരിച്ചു വന്ന് നന്ദി പറഞ്ഞവനെയാണോ ചോദിച്ചത്? മറ്റുള്ളവരെല്ലാവരും എവിടെ? അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചു അവർ മടങ്ങി വന്ന് നന്ദി പറയണമായിരുന്നു. എന്നാൽ നന്ദി പറഞ്ഞവൻ പൂർണ്ണത പ്രാപിച്ചതുപോലെ ഈ വർഷത്തിൻ്റെ അവസാനം ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതുവർഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു പ്രൊമോഷനിലേക്ക് നമുക്ക് കയറാൻ കഴിയും. എപ്പോഴും ഓർത്തോണം, സ്തുതിക്കുന്നവൻ മുൻപോട്ട് പോകും, സ്തുതിക്കുന്നവൻ ഉയർച്ച പ്രാപിക്കും, സ്തുതിക്കുന്നവൻ മുന്നേറും. ദാവീദിനെ നോക്കിക്കുക, ദാവീദ് ആരാധിക്കുന്നവനായിരുന്നു, ദാവീദ് സ്തുതിക്കുന്നവനായിരുന്നു. ദാവീദ് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുമായിരുന്നു. അതുകൊണ്ട് ദാവീദ് മുന്നേറി. എന്നാൽ ശൗൽ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ശൗലും കുടുംബവും താഴോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ക്ഷയിച്ചു പോയപ്പോൾ, ദാവീദും കുടുംബവും പ്രബലരായി ശക്തി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ദൈവാത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവേ അങ്ങനോട് എന്നാ പറയുന്നത്, ഞാൻ എന്തിനൊക്കെയാണ് നന്ദി പറയുന്നത്? ഇതെല്ലാം ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും. കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ കേട്ടോ. പിന്നെ നാളെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് കൂട്ടായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.